സംസ്കൃതത്തിലൊരു പേരോ? അതെ. നിങ്ങളപ്പോ സംസ്കൃതമാണോ സംസാരിക്കുക? ഏയ് അല്ല. പിന്നെ? മലയാള ഭാഷ സംസ്കൃതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാലും താമരയുടെ രാജാവ് എന്ന പേരുണ്ടോ? താമരയുടെ രാജാവ്. ഞങ്ങൾ താമരയെ ആരാധിക്കുന്നു. എന്തേ? ഹേയ്, ഒന്നുമില്ല. പറയൂ, കേൾക്കട്ടെ. അതെന്താ നിങ്ങൾ താമരയെ ആരാധിക്കുന്നത്? അതെനിക്കറിഞ്ഞൂടാ. എന്നാൽ ഇത് പറയൂ, ഒബ്രിയൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എനിക്കറിഞ്ഞൂടാ. താമരയുടെ ഇതളുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? എനിക്കറിഞ്ഞൂടാ. അപ്പോ താമരയുടെ അല്ലിയോ? ലോല, എനിക്ക് അറിഞ്ഞൂടാന്നല്ലേ പറഞ്ഞത്. ഞാൻ പോകുന്നു. അവളുടെ കണ്ണുകളിൽ ഒരു കുസൃതി ചിരി തങ്ങി നിന്നു. അവൾ പോയി. 4 മാസത്തെ എൻ്റെ അമേരിക്കൻ ജീവിതത്തിനിടയിൽ അന്ന് ആദ്യമായാണ് ഒരു അമേരിക്കക്കാരി ലജ്ജിച്ച് ഞാൻ കാണുന്നത്. ലജ്ജാശീലയായ ഒരു അമേരിക്കൻ പെണ്ണ് എനിക്കൊരു സങ്കല്പമായിരുന്നു. അതുകൊണ്ടുകൂടിയാകാം ഞാൻ ലോലയിൽ ആകൃഷ്ടനായത് എന്ന് ഇന്നെനിക്ക് തോന്നുന്നു. ഡയറിയുടെ താൾ. ലിറ്ററേച്ചർ പഠിക്കുന്ന ലോല മിൽഫോർഡുമായി എനിക്ക് പ്രേമമായി എന്നാണ് തോന്നുന്നത്. അതങ്ങനെ ആവട്ടെ. ലോലയെപ്പോലെ ഒരു പെണ്ണിനെ, ഇത്ര സുന്ദരിയായ, ഓമനത്വമുള്ള, ബുദ്ധിയുള്ള, സംസാരിക്കാൻ അറിയുന്ന, എന്തിനാണ് ഇന്ന് ഹോട്ടലിൽ വെച്ച് മേശവിരിപ്പിനു ചുവട്ടിൽ എൻ്റെ കാലിൽ നീ കാൽമുട്ടിച്ചത്? പിന്നെ എന്തിനാണ്? ഏതായാലും ഈയിടെ ഒന്നും വായിക്കുന്നില്ല. ഈ പെണ്ണ് എന്നെ കിറുക്കനാക്കി. ഇപ്പോൾ തന്നെ എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ ഈ രാത്രിയിൽ തന്നെ. ഇത് ഓഡ്രി ഹെബ്ബേണിൻ്റെ ഹെയർ സ്റ്റൈലാണല്ലോ. ഓഡ്രി ഹെബ്ബേൺ ആണോ പ്രിയപ്പെട്ട താരം? അല്ല, എൻ്റെ ഇഷ്ടതാരം ഷെർലി മാക്ലെയിൻ. ഓ, ഷെർലി മാക്ലെയിൻ. ലോലയുടെ കണ്ണുകൾ ഷെർലിയുടേത് തന്നെ. നിഷ്കളങ്കതയാണ് ഈ മിഴികളുടെ ജീവൻ. പ്രശംസയാണ് അല്ലേ? ഏയ് അല്ല. അതെ. അല്ലല്ല, ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളതിൽ ഏറ്റവും സുന്ദരി, ഏറ്റവും നിഷ്കളങ്ക, അത് നീയാണ്. എനിക്ക് എന്താ? പറയൂ. പ്രത്യേകിച്ചൊന്നുമില്ല. അവൾ ഒന്നും മിണ്ടാതെ എൻ്റെ കൈ പിടിച്ചമർത്തി. ലേക്ക് ഓഫ് ദ ക്ലൗഡ്സ് ഞങ്ങളുടെ മുന്നിൽ ഇരുട്ടിൽ പുതഞ്ഞു കിടന്നു. ജലപ്പരപ്പിന് മുകളിൽ മഞ്ഞു വീണു തുടങ്ങിയിരുന്നു. ഒരു മോട്ടോർ ബോട്ട് ദൂരത്തുകൂടി പോകുന്നത് അവ്യക്തമായി കാണാം. അവളുടെ ചുണ്ടുകൾ മൃദുവായി വിറകൊള്ളുകയും എൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന കൈ വിയർക്കുകയും ചെയ്തു. എന്താണെങ്കിലും അവൾ അതൊരിക്കലും പറഞ്ഞു തീർക്കുകയില്ല എന്നെനിക്കറിയാമായിരുന്നു. അവൾ എന്തു പറയാനാണ് ബന്ധപ്പെടുന്നത് എന്നും എനിക്കറിയാമായിരുന്നു. മിഷിഗൺ. ഓഹിയോയ്ക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പത്തെ രാത്രിയിൽ സെന്റ് ക്രോയിക്സ് നദിയുടെ മുകളിൽ നിന്നുകൊണ്ട് ഞാൻ അവളെ ചുംബിച്ചു. ഞങ്ങളുടെ ചുറ്റും നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. കാറിന് നേരെ നടക്കുമ്പോൾ അവൾ എൻ്റെ അരക്കെട്ട് ചുറ്റിപ്പിടിച്ച് നിർത്തി മന്ത്രിച്ചു. ഞാൻ കന്യകയാണ്, അത് ഓർമ്മയിരിക്കട്ടെ. ലോലയുടെ കഴുത്തിൽ ഒരു കറുപ്പ് പുള്ളിയുണ്ടായിരുന്നു. അതവളെ ദുഃഖിപ്പിച്ചിരുന്നു. അവളുടെ ഒരു പല്ല് മുകളിൽ നടുക്ക് നിന്ന് 4-മത്തേത് വെപ്പ് പല്ലാണ്. തെക്ക് പടിഞ്ഞാറേ അമേരിക്കയിൽ നിന്നും വരുന്ന പെൺകിടാങ്ങൾക്ക് പൊതുവെ അല്പം സൗന്ദര്യം കൂടും, ഭാവനയും. ലോലയാണെങ്കിൽ രണ്ടും കണക്കിൽ കവിഞ്ഞ കൂട്ടത്തിലാണ്. ജന്മഭൂമിയായ ടെക്സാസിനെ പറ്റി പറയുമ്പോൾ അവൾ എന്നും കവിതയിലേക്ക് വഴുതി വീണു പോകുമായിരുന്നു. കോർപ്പസ് ക്രിസ്റ്റി ഉൾക്കടലിലെ തണുപ്പുള്ള കാറ്റ്,
സാൻ ആന്റണിയോ നദിയുടെ തീരത്തെ വിശാലമായ പാർക്ക്. ഒരിക്കൽ ടെക്സാസിലേക്ക് വരൂ. വരാം. അതിരിക്കട്ടെ, നീ എഴുതുന്ന കവിതകളൊന്നും പ്രസിദ്ധപ്പെടുത്താത്ത എന്താണ്? എനിക്കൊരു രണ്ടാംകിട എഴുത്തുകാരിയാവേണ്ട എന്നതുകൊണ്ട്. അമേരിക്കൻ സാഹിത്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. മാർക്ക് ട്വെയിൻ, എനിക്ക് ഭ്രാന്തമായ ഇഷ്ടമാണ് അദ്ദേഹത്തെ. ലോകത്തിലെ ഏറ്റവും വലിയ നോവലിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് മാർക്ക് ട്വെയിൻ ആണെന്നേ ഞാൻ പറയൂ. അടുത്ത ഞായറാഴ്ച മിസോറിയിലേക്ക് പോയാലോ? അതിനെന്താ, പോകാം. മിസൗറി. ഹാനിബാളിൽ മാർക്ക് ട്വെയിൻ്റെ ഭീമാകൃതിയിലുള്ള പ്രതിമയ്ക്ക് കീഴെ ഞങ്ങൾ നിന്നു. അദ്ദേഹം അനശ്വരമാക്കി തീർത്ത നദി മുന്നിലൂടെ ഒഴുകിപ്പോകുന്നു. ലോല അമേരിക്കൻ സാഹിത്യത്തെപ്പറ്റി ആവേശത്തോടെ സംസാരിച്ചു. ക്രിസ്മസ്. ലാസ് വേഗാസ് കാണാൻ ഞാൻ ക്രിസ്മസ് അവധിക്കാലം പ്രയോജനപ്പെടുത്തി. ലോലയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ലോല അത്യധികം ദുഃഖിതയായി കാണപ്പെട്ടു. ലാസ് വേഗാസ് എനിക്ക് കണ്ടുകൂടാ. അതെന്താ? അച്ഛൻ്റെ ഓർമ്മകൾ. അച്ഛൻ ജോൺ വിൽഫോർഡ്, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ, ടെക്സാസിൽ നിന്ന് ബിസിനസ്സിനായിട്ടാണ് ഓഹിയോയിൽ വന്നത്. ഒരുപാട് പണമുണ്ടാക്കി. പക്ഷേ റിനോയിലും ലാസ് വേഗാസിലും റൗലറ്റ് കളിച്ച് മുഴുവൻ പണവും കളഞ്ഞു കുളിച്ചു. ഒടുവിൽ ക്രിമിനലുമായി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ക്രിമിനൽ. അപ്പോൾ അമ്മ വേശ്യയായിരുന്നു അത്രേ. ഇടയ്ക്കിടെ സ്ക്രീനിലും ടെലിവിഷനിലും പ്രത്യക്ഷപ്പെട്ടിരുന്ന ഒരു വില കുറഞ്ഞ വേശ്യ. ഞാൻ വളർന്നു തുടങ്ങിയപ്പോൾ അച്ഛൻ എന്നെയും കൊണ്ട് ഓഹിയോയിലേക്ക് പോന്നു. പിന്നെ ഞാൻ അമ്മയെ കണ്ടിട്ടേയില്ല. ഏയ് ലോല, വിഷമിക്കേണ്ട. വരൂ, നമുക്ക് നടക്കാം. റിനോ ആർച്ച്, എൻ്റെ അച്ഛൻ നശിച്ചതിവിടെയാണ്. നെവാഡ സ്റ്റേറ്റ് ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ഥലം. എനിക്ക് വെറുപ്പാണ്. ലോല, മതി, നീ ഇന്ന് ഒരുപാട് കഴിച്ചു. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നഗരമുണ്ടോ? ഇല്ല, ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നഗരമില്ല. എങ്കിൽ എനിക്ക് കൂടി ഇന്ത്യയിൽ വരണം. അന്ന് വൈകിട്ട് മദ്യത്തിൻ്റെ ലഹരിയിൽ നിന്നും അവൾ പൂർണ്ണമായും വിമുക്തയായപ്പോൾ വെയിൽ വീഴ്ത്തിയ തണലുകളിലൂടെ വാടകയ്ക്കെടുത്ത 2 പെൺകുതിരകളുടെ പുറത്തിരുന്ന് സഞ്ചരിക്കുമ്പോൾ അവൾ വീണ്ടും ചോദിച്ചു, ഹേയ്, എനിക്കും ഇന്ത്യയിൽ വന്നൂടെ? എന്താ ഒന്നും മിണ്ടാത്തെ? നമുക്ക് വിവാഹം ചെയ്യാമോ? ഞാനൊരു ഹിന്ദുവാണ്. ഒരു ഹിന്ദുവിനെ ഒരു ക്രിസ്ത്യാനി വിവാഹം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തൂടെ? ഒരു പെണ്ണിനു വേണ്ടി മതം മാറുന്നത് അടിമത്തത്തിന് വഴിവെക്കുകയാവും എന്ന വിഡ്ഢിത്തം എനിക്ക് തോന്നിയിരുന്നു. താഹോയ് തടാകത്തിൻ്റെ കരയിലെത്തിയപ്പോൾ ഞങ്ങൾ നിന്നു. അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് താമസിക്കാം. ഇവിടെയോ? ഇവിടെ സ്ഥിരമായി താമസിക്കണമെങ്കിൽ അമേരിക്കൻ പൗരത്വം സ്വീകരിക്കണോ? ഓ, അതെനിക്കറിയില്ല. എനിക്ക് ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നതിനും ഇന്ത്യൻ പൗരത്വം വേണ്ടി വരുമോ? ഓ ലോല, എനിക്കറിയില്ല. ഇന്ത്യ, അമേരിക്ക, ഇന്ത്യൻ പൗരത്വം, അമേരിക്കൻ പൗരത്വം, ഹിന്ദു, ക്രിസ്ത്യാനി, എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നു. അരിസോണയുടെ തലസ്ഥാനത്തെ ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ അവളോട് എൻ്റെ ചുറ്റുപാടുകൾ വിവരിച്ചത്. ലോല, എനിക്കെൻ്റെ ലോലയെ ഒരിക്കലും വിവാഹം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല.
നീ അതിൽ നിരാശപ്പെടരുത്. ഇല്ല, എനിക്ക് നിരാശയില്ല. എന്നെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരു കുടുംബമുണ്ട് അവിടെ. ഈ സ്കോളർഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ എങ്ങും വരാൻ കൂടി പറ്റില്ലായിരുന്നു. പിന്നെ അമേരിക്കയിൽ ജനിച്ചു വളർന്ന നിനക്ക് ഒരിക്കലും അവിടെ സുഖമായിരിക്കാൻ പറ്റുകയില്ല. ഇവിടത്തെ പോലുള്ള വലിയ ഹോട്ടലുകളില്ല, ബീച്ചില്ല, ദാരിദ്ര്യം മാത്രമാണുള്ളത്. ദാരിദ്ര്യം മാത്രം. ദാരിദ്ര്യം. അവൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നി. ഞങ്ങൾക്ക് മുന്നിൽ താഴെ ഫീനിക്സ് നഗരത്തിലെ ലക്ഷക്കണക്കിന് കൂറ്റൻ ബിൽഡിങ്ങുകൾ നിരന്നു കിടന്നിരുന്നു. ഓർക്കസ്ട്ര തിടുക്കപ്പെട്ട് വികൃതമായി ഏതോ ഒക്കെ പാടിക്കൊണ്ടിരുന്നു. അവൾ എന്നെ പകച്ചു നോക്കി. ഒരു വിഡ്ഢിയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ താരം. ഓ, മെർലിൻ മൺറോ. അവർ ആത്മഹത്യ ചെയ്തു അല്ലേ? അതെ. ഹോ, ഇമാതിരി കഴുതുകൾ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം വിഡ്ഢികളാണ്. അവര് ആരുമായിക്കൊള്ളട്ടെ, കാരണം എന്തുമാവട്ടെ. കണക്കറ്റ് ദുഃഖിക്കുമ്പോൾ നാം എല്ലാവരും ഒരു വേള ഇനി എത്ര ദിവസമുണ്ട് മടങ്ങിപ്പോവാൻ? 3 മാസം. പിന്നീട് പലപ്പോഴും അവൾ ആ അവസരത്തിൽ അങ്ങനെ ചോദിക്കാൻ കാരണമെന്തായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പോരുന്നതിന് ഒരാഴ്ച മുമ്പ് ലോല പറയുകയുണ്ടായി, ഈ ഒരാഴ്ച എൻ്റെയാണ്. എനിക്കിഷ്ടം പോലെ ഞാനത് ചെലവഴിക്കും. ഞാൻ പറയുന്നത് പോലെ കേട്ടുകൊള്ളണം, കേട്ടോ? സമ്മതിച്ചു. എങ്ങനെയാണ് ഈ ഒരാഴ്ച ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ ഒരാഴ്ചയാണ് നമ്മുടെ മധുവിധു, സതേൺ കാലിഫോർണിയയിൽ വെച്ച്. അവൾ അത് നിസ്സാരമായി പറഞ്ഞു. കാരണം അവൾക്ക് കണക്കറ്റ് പണമുണ്ടായിരുന്നു. അവളുടെ മരിച്ചുപോയ ഒരമ്മായി അവൾക്കായി നല്ലൊരു സംഖ്യ നീക്കിവച്ചിരുന്നു. സതേൺ കാലിഫോർണിയ, പ്രശസ്തമായ ഹോളിവുഡ്, ഓറഞ്ച് വൃക്ഷങ്ങൾ നിരന്നു നിൽക്കുന്ന വിശാല വീഥികൾ, സുപ്രസിദ്ധമായ റോസ് ബൗൾ സ്റ്റേഡിയം, ലാജോളയിലെ കൊടുമുടികളിൽ കടലിന് മുകളിലേക്ക് തള്ളി നിൽക്കുന്ന വീടുകളിൽ ഒന്നിൽ വെച്ച് അവൾ സത്യമായിരുന്നു പറഞ്ഞത്. ലോല മിൽഫോർഡ് അന്നുവരെ ഒരു കന്യകയായിരുന്നു. അമ്മ നേരത്തെ തന്നെ എഴുതിയിരുന്നു, നീ വന്നാലുടനെ വിവാഹം വേണമെന്നാണ് അവർക്കൊക്കെ. എന്നോടൊപ്പം കളിച്ചു വളർന്ന എൻ്റെ ഭാവി വധു എഴുതി, ഒന്ന് കാണാൻ കൊതി. ആ വെളുത്ത രാത്രി നിന്റെ ജാലകപ്പടി. ഏയ്, എന്താ ആലോചിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. നിങ്ങളുടെ ഒരു കുട്ടി എൻ്റെ വയറ്റിലുണ്ടെന്ന് കരുതി നോക്കൂ. എങ്കിൽ ഞാനവനെ പ്രസവിക്കും, അല്ലേ? ഉവ്വ്. എന്നിട്ട് ഞാനവനെ വളർത്തും. വളർത്തും? നിങ്ങളെപ്പോലെ അവൻ വളർന്നു വരും. നിങ്ങൾ ഇപ്പോഴുള്ളതുപോലെ ആകുമ്പോൾ അപ്പോഴേക്കും എനിക്ക് വളരെ പ്രായമായേക്കും. അന്ന് ഞാനവനെ കൊല്ലും. എങ്കിൽ പിന്നെ എന്നെ ഇപ്പം തന്നെ അങ്ങ് കൊല്ലരുതോ? പക്ഷേ എനിക്കതിന് കഴിവില്ലെന്നാണ് തോന്നുന്നത്. ഒന്നും വേണ്ടായിരുന്നു, ഇതൊന്നും വേണ്ടായിരുന്നു. കോടിക്കണക്കിന് അസേലിയ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന താഴ്വരയിൽ നിന്നും ഒരു കാറ്റ് അടിച്ചുയർന്നു. അതിൽപ്പെട്ട് അവളുടെ തലമുടി അലസമായി പറന്നുകൊണ്ടിരുന്നു. ഞാൻ മെല്ലെ അവളുടെ ചുമലിൽ കൈവച്ചു. അവൾ പിടഞ്ഞെണീറ്റ് കണ്ണു തിരുമ്മി. ഒരു നിമിഷം എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഒരു പുതിയ ആവേശത്തോടെ
എൻ്റെ വിരലുകളിൽ ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ക്ഷമിക്കൂ. തെക്കൻ കാലിഫോർണിയ മണൽക്കാടുകളുടെ നാടാണ്. എപ്പോഴും ഒരു ചൂടുള്ള കാറ്റ് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. ഭീമാകൃതിയിൽ 30 അടിയോളം ഉയരത്തിൽ ജോഷുവ വൃക്ഷങ്ങൾ ഊക്കൻ കുലകൾ വഹിച്ചുകൊണ്ട് നിന്നിരുന്നു. കാറ്റ് വീശുമ്പോൾ കൊമ്പുലഞ്ഞാടി. ഒറ്റയായും കുലയായും പൂക്കൾ അടർന്നു പറന്നു. ലോലയെ ഒരു കുല പൂവിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ക്യാമറയിലാക്കി. അവൾ മനോഹരമായി ചിരിച്ചു നിന്നു. ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ആരോടെന്നില്ലാതെ അവൾ പെറുപെറുത്തു. ഞാനും ആ വിഡിത്തം കാട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ്? മെർലിൻ കാട്ടിയ ആ വിഡിത്തം. സാന്റാ ബാർബറ മിഷനിലെ മണികൾ ദുഃഖഭാവത്തിലലച്ചു. സന്ധ്യ താണുപറന്നു. അതിപുരാതനമായ പള്ളിയുടെ വാതിൽ നിശബ്ദമായി അടഞ്ഞു. അകലെ എവിടെയോ നിന്ന് മറ്റേതോ പള്ളിയിൽ മണിയടിക്കുന്ന ശബ്ദം മഞ്ഞിലൂടെ അരിച്ചെത്തി. ഇരുട്ടിൽ എൻ്റെ മടിയിൽ തലചായ്ച്ച് ലോല കിടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സാൻ ഗബ്രിയേൽ മിഷനിലും കാർമൽ ബേയിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന സെയിൻറ്റ് ചാൾസ് ബറോമിയോയിലും ഞാൻ കണ്ട നിരവധി മുഖങ്ങൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നു. നിത്യതയുടെ മണവാളന്മാർ, മണവാട്ടികൾ. എൻ്റെ വഴി ഇതല്ലേ? മടയത്തരം പറയാതിരിക്കൂ. നീ ഒരിക്കലും അത് ചെയ്യരുത്. അതൊരു തരം ക്രൂരതയാണ്. എന്നെ സന്തോഷമായി യാത്ര അയക്കണം. അങ്ങിങ്ങ് നിശബ്ദമായി ചലിച്ചിരുന്ന കറുത്ത നീളൻ കുപ്പായങ്ങൾ താഴ്വരയിലെ മങ്ങിയ വെളിച്ചത്തിൽ അലിഞ്ഞു ചേർന്നു. ഓറഞ്ച് വൃക്ഷങ്ങളുടെ മുകളിൽ കോടമഞ്ഞ് പുതഞ്ഞു. ഞാൻ അവളുടെ കവിളിലെ നനവ് തുടച്ചു കളഞ്ഞു. അവസാന ദിവസം. ലോല അത്യധികം ഉന്മേഷവതിയായി നടിച്ചു. പക്ഷേ അതൊരു മുഖാവരണം മാത്രമാണെന്ന് എനിക്കറിയാമായിരുന്നു. രാത്രി വളരെ ഇരുട്ടുന്നതുവരെ ഞങ്ങൾ തെരുവീഥികളിൽ അലഞ്ഞു നടന്നു. ഇടയ്ക്കിടെ തെരുവ് വിളക്കുകളുടെ പ്രകാശം വന്നെത്താത്ത ഇരുട്ടിൽ അവൾ പെട്ടെന്ന് നിന്ന് എന്നെ ചുംബിച്ചു. നൈറ്റ് ക്ലബ്ബുകൾ കൂടുതൽ ശബ്ദായമാനമായി കൊണ്ടിരുന്നു. ഞങ്ങൾ പരസ്പരം ഒന്നും സംസാരിച്ചിരുന്നില്ല. ഏതു നിമിഷവും ലോലയുടെ മുഖാവരണം തകരുമെന്നും അവൾ പൊട്ടിക്കരയുമെന്നും ഞാൻ ഭയപ്പെട്ടു. അതുണ്ടായത് ഒരു തിരിവിൽ വെച്ചാണ്. ബിക്കിനി മാത്രം ധരിച്ച ഒരു പെണ്ണിനെ 3 ചെറുപ്പക്കാർ ചേർന്ന് ഇരുട്ടിലൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടു. ആ പെണ്ണ് വല്ലാതെ മദ്യപിച്ചിരുന്നു. അവ്യക്തമായ സ്വരത്തിൽ അവൾ ആരെയൊക്കെയോ പുലഭ്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഇരുട്ടിൽ അവർ അപ്രത്യക്ഷരായി. അല്പം കഴിഞ്ഞ് മുരട്ടു ശബ്ദത്തിൽ ആരോ പാടി, ഗോൾഡൻ മെമ്മറീസ് ആൻഡ് സിൽവർ ടിയേഴ്സ്. പോകാം. പോകാം. കുടിച്ചും വ്യഭിചരിച്ചും ഏതോ ദുഃഖം മറക്കാൻ ആ മടയി ശ്രമിക്കുന്നു അല്ലേ? ലോല, നിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. വരൂ, നമുക്ക് തിരിച്ചു നടക്കാം. ഞങ്ങൾ ഹോട്ടലിന് നേരെ നടന്നു. കഥ കടഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും മാത്രമായി. രാത്രി വളരെ കഴിഞ്ഞിരുന്നു. പ്രഭാതം അടുത്തടുത്ത് വരുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. ഞാൻ കട്ടിലിരുന്നു. എൻ്റെ കാൽക്കൽ വെറും നിലത്തായി ലോലയും. ഇടയ്ക്കിടെ എൻ്റെ കൈകളിൽ അവൾ മൃദുവായി ചുംബിച്ചു. മറ്റു ചിലപ്പോൾ നിശബ്ദയായി അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ ഒരു അമേരിക്കക്കാരിയാണെന്ന് വിശ്വസിക്കാൻ ആ നിമിഷങ്ങളിൽ പ്രയാസം തോന്നി. രാവിലെ തമ്മിൽ പിരിഞ്ഞു. വീണ്ടും കാണുക എന്നൊന്നുണ്ടാവില്ല. നീ മരിച്ചതായി ഞാനും, ഞാൻ മരിച്ചതായി നീയും കണക്കാക്കുക. ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരിക.